രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ വാദം. അതേസമയം അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അഞ്ജു ജയപ്രകാശ് ചേരുന്ന വിവരങ്ങളുമായിട്ട്. അഞ്ജു, ഒരേ കേസിൽ വ്യത്യസ്തങ്ങളായ രണ്ട് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന ദിവസമാണെന്ന്. എന്തൊക്കെ പ്രതീക്ഷിക്കണം? വിവരങ്ങൾ എങ്ങനെയാണ് അഞ്ജു? ഗുഡ് മോർണിംഗ്. രാഹുലിനും നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാഹുലിൻ്റെ അനുയായികൾക്കും ഒക്കെ നിർണായകമായിട്ടുള്ള ദിവസം തന്നെയാണ് ഇന്നും. പ്രധാനമായിട്ടും രാഹുൽ ഈശ്വർ 16 ദിവസത്തിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യമാണ്. കേസിലെ 4ാം പ്രതിയായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പരിഗണിച്ച സമയത്ത് ഇന്നത്തേക്ക് വിശദമായി വാദം കേൾക്കാൻ വേണ്ടി മാറ്റുകയായിരുന്നു. പ്രധാനമായിട്ടും താൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല, മറ്റ് ആളുകളാണ്, സൈബർ എടുത്ത മറ്റാളുകളാണ് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം തൻ്റെ പോസ്റ്റിന് കീഴിൽ വന്നിട്ട് എഴുതിയിട്ടത് എന്നതാണ് സന്ദീപ് വാര്യർ ആരോപിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കോടതിയിൽ എങ്ങനെ നിൽക്കും എന്നത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഈ പെൺകുട്ടിയെ, അതായത് ഈ അതിജീവിതയുടെ ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ചായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റുകളും അധിക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ പോലീസിനോട് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് കൂടി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസിലെ അന്വേഷണ റിപ്പോർട്ട് കൂടി ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കും. അതിന് പിന്നാലെയായിരിക്കും ഇതിലെ വിശദമായിട്ടുള്ള വാദങ്ങൾ തുടരുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ കേസിൽ എന്തായിരിക്കും വിധി വരിക എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി ആദ്യഘട്ടത്തിൽ തള്ളി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായിട്ടുള്ള സാഹചര്യമാണോ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഉണ്ടാവുക? കേസ് ഡയറി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതിയുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്ന ദിവസം, അതേപോലെ അഞ്ജു പറയുന്ന പോലെ രാഹുലിന്റെ പോരാളികളുടെ ജാമ്യഹർജി, പോരാളികളിൽ ഒരാളായ സന്ദീപ് വാര്യരുടെ ജാമ്യഹർജിയൊക്കെ പരിഗണിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്.